ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധാർത്ഥ് ചന്ദ്രികയും അവനും കൂടിയുള്ള അടിപൊളി ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ആകാശിൻ്റെയും ആരതിയുടെയും ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്ന സമയത്ത് സിദ്ധു ഇങ്ങനെ പാട്ടൊക്കെ മൂളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക നേരെ പോയി അവൻ്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുകയാണ്. സിദ്ധു ചാടി എഴുന്നേറ്റിട്ട് ചന്ദ്രികയെ നോക്കുമ്പോൾ അവൻ്റെ സ്വപ്നത്തിൽ കണ്ട ആ ഒരു വേഷത്തിലല്ല അവളുള്ളത്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രിക നീ എൻ്റെ മുഖത്തേക്ക് വെള്ളം തളിപ്പിച്ചത്? അപ്പോൾ ദേഷ്യത്തോടെ ചന്ദ്രിക പറയുന്നുണ്ട്, ആരതിക്കും ആകാശിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മണിയറയിൽ നിങ്ങൾ കിടന്നതും പോരാ, കിടന്നുകൊണ്ട് സ്വപ്നം കാണുവാണോ? അപ്പോഴും സിദ്ധുവിന് സ്ഥലകാലബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. ആരതിക്കും ആകാശിനും വേണ്ടിയോ? അവൻ ചുറ്റിലും നോക്കുവാണ്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ ദേഷ്യത്തോടെ ഇങ്ങനെ പെരുത്തോണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് പോ സാറ് പോയിട്ട് സാറിൻ്റെ റൂമിൽ പോയി കിടന്നുകൊണ്ട് സ്വപ്നം കാണാൻ നോക്ക്. അപ്പോഴാണ് സിദ്ധുവിന് ഏറെക്കുറെ കാര്യം മനസ്സിലായത്. ഓഹോ, സ്വപ്നമായിരുന്നോ? അതിനുശേഷം അവൻ ചന്ദ്രികയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാണ്, ചന്ദ്രിക, ഞാൻ എന്താ സ്വപ്നം കണ്ടതെന്ന് നീ ചോദിക്കാത്ത എന്താ? അപ്പോൾ ചന്ദ്രികയെ നാണത്തോടെ പറയാണ്, സാർ എന്താണ് സ്വപ്നം കണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാർ എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോകാൻ നോക്കിയേ. ചന്ദ്രികയെ തന്നെ നോക്കിക്കൊണ്ട് സിദ്ധു നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എന്തിനാ സാർ ഇങ്ങനെ നോക്കുന്നത്? സാർ നിങ്ങളൊന്ന് എഴുന്നേറ്റ് പോവാൻ നോക്ക്. അതെന്താ അങ്ങനെ? സിദ്ധു ചോദിക്കുന്നുണ്ട്. സാർ നിങ്ങളുടെ അമ്മ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധുവിന് സംശയമാവുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക സത്യമായിട്ടും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ സാറിൻ്റെ അമ്മയെ വിളിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ഉറക്കെ വിളിക്കുകയാണ്, ജാനകി അമ്മായി എന്ന്. നിർത്ത് ചന്ദ്രിക. അയ്യോ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ ജീവൻ നീ എടുത്തു കളയും എന്ന് പറഞ്ഞിട്ട് സിദ്ധു അവിടുന്ന് വേഗം ഓടിപ്പോവാണ്. ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് ചന്ദ്രികയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക സമാധാനത്തോടു കൂടി ആ ഒരു ബെഡ്റൂം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു വീണ്ടും തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രിക, സ്വപ്നം എന്താണെന്ന് മാത്രം പറഞ്ഞോട്ടെ. അയ്യോ, നിങ്ങളൊന്നും പറയണ്ട, ഒന്ന് പൊയ്ക്ക് സാർ. അല്ല ചന്ദ്രിക, നീ ഇത് കേൾക്കേണ്ടതാണ്. അയ്യോ, സാറിനോട് പറയണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മായി എന്ന് വീണ്ടും വിളിച്ച സമയത്ത് സിദ്ധു പേടിയോടെ ഓടുവാണ്. ഇതാ അമ്മേ, ഞാൻ വന്നു. സിദ്ധുവിൻ്റെ ഓട്ടം കാണുന്ന സമയത്ത് ചന്ദ്രിക പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് ആരതിക്കും ആകാശിനും വേണ്ടിയിട്ടുള്ള സ്വീറ്റ്സൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് സിദ്ധു പറയുന്നുണ്ട്, ആഹാ ചന്ദ്രിക, സ്വീറ്റ്സൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനത് എടുത്തിട്ട് കഴിക്കാൻ നോക്കുമ്പോഴേക്കും ചന്ദ്രിക വിലക്കുന്നുണ്ട്. സർ കഴിക്കല്ലേ? പിന്നെന്താ കഴിക്കാതെ? ഇത് കഴിക്കാനല്ലാതെ മറ്റെന്തിനുള്ളതാണ്? അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുകയാണ്, ആരതിയുടെ ശാന്തി മുഹൂർത്തമല്ലേ, അപ്പോൾ ഇതൊക്കെ റൂമിൽ വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ റെഡിയാക്കുന്നത്. ഓ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് കഴിക്കാനെടുത്തതും കൂടെ അതിൽ തിരിച്ചു വെക്കുകയാണ്. അയ്യോ, ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക സെറ്റ് ചെയ്യുന്നതിനിടയിൽ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക, ഞാനിത് സെറ്റാക്കി തരാം. ഓക്കെ, സെറ്റ്, വാ ഇനി നമുക്കിത് മുകളിൽ കൊണ്ടുവെക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് അതൊക്കെ എടുത്തുകൊണ്ട്. ആ സമയത്ത് ജാനകി ഇങ്ങനെ ഓരോന്നോർത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയും വന്നിട്ട് പറയുന്നുണ്ട്, ജാനകി, ശാന്തി മുഹൂർത്തത്തിനുള്ള സമയമൊക്കെ റെഡിയായി, അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ചന്ദ്രിക ശരിയാക്കിയിട്ടുണ്ട്. സന്തോഷത്തോടെ ജാനകിയും തലയാട്ടുമാണ്. ആ സമയത്ത് ചന്ദ്രിക ആരതിക്ക് വേണ്ടിയുള്ള പാലൊക്കെ തിളപ്പിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി ജാനകിയോട് പറയുന്നുണ്ട്, നല്ല നേരം നോക്കിയിട്ട് ആരതിയെ ബെഡ്റൂമിലേക്ക് ആനയിക്കണം. ജാനകി സന്തോഷത്തോടെ തലയാട്ടുമാണ്. അപ്പോഴേക്കും തിളച്ച പാല് ചന്ദ്രിക എടുത്തിട്ട് ആറ്റുന്നുണ്ടായിരുന്നു. അവളൊരു ഇതിൽ കപ്പിലൊഴിച്ചിട്ട് 2 കപ്പിലാക്കിയിട്ട് അത് ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആരതി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ചന്ദ്രിക ദൂരെ നിന്ന് വിളിക്കുന്നുണ്ട്, ആരതി. അപ്പോൾ ആരതി തിരിഞ്ഞു നോക്കുന്ന കണ്ടപ്പോൾ ജാനകിയും ലക്ഷ്മി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്, ചന്ദ്രിക എന്തിനാണ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തിനാ ചന്ദ്രിക എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരതി വരുന്നത്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ആകാശ് നിനക്ക് വേണ്ടി റൂമിൽ വെയിറ്റ് ചെയ്യാണ്, എന്നാ ഈ പാല് കൂടി നീ റൂമിലേക്ക് കൊണ്ടുപോയിക്കോ. ഇത് നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ട് കുടിക്കണം. അത് കേട്ട് ജാനകിയൊക്കെ നാണത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്, ലക്ഷ്മിയൊക്കെ. അപ്പോൾ ആരതി ഒന്നും അറിയാത്തതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രിക ഇതൊക്കെ ഒരു സമ്പ്രദായമാണ് ആരതി. അപ്പോൾ ലക്ഷ്മി ദൂരെ നിന്ന് വിളിച്ചു പറയാണ്, ഈ കാലത്തെ കുട്ടികൾക്ക് ഇതൊക്കെ എന്തറിയാനാ? ആരതി, ചന്ദ്രിക തരുന്ന അത് വാങ്ങിച്ചിട്ട് പൊയ്ക്കോ മോളെ. ശരിയെന്ന് പറഞ്ഞിട്ട് ആരതി അത് വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, അത് കൊടുത്തുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. ചന്ദ്രിക പറഞ്ഞത് കേട്ടിട്ട് ജാനകിയുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കാല് തൊഴുത സമയത്ത് അവർ പറയുന്നുണ്ട്, നന്നായിട്ട് വരും മോളെ. ജാനകി തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചതിന് ശേഷം പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം നന്നായിട്ട് വരും മോളെ, ദൈവം നിനക്കൊന്നിനും ഒരു കുറവും വരുത്തില്ല, സന്തോഷമായിട്ട് പോയി വരൂ. ചന്ദ്രിക, പറയൂ അമ്മായി, ആരതിയെ കൂട്ടിയിട്ട് കൊണ്ടുവിടൂ.
അമ്മായി പറഞ്ഞതുപോലെ തന്നെ ആരതിയെ കൂട്ടിക്കൊണ്ട് ആ ഒരു കപ്പിലെ പാൽ ആരതിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് ചന്ദ്രിക ആരതിയെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നത്. സിദ്ധു ഒരുക്കിയ മുറിയിലായിരുന്നു ആകാശ് ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ വല്ലാത്ത വിഷമത്തിലും സങ്കടത്തിലുമാണ് ഉള്ളത്. ഓരോന്ന് രാവിലെ മുതൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിനിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ വാക്കുകളും ഒക്കെ. ആ സമയത്ത് ചന്ദ്രിക ആരതിയെയും കൂട്ടിക്കൊണ്ട് മുറിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വാതിൽ തുറന്നിട്ട് ചന്ദ്രിക തന്നെയാണ് ആരതിയെ ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടത്. അതൊക്കെ ആകാശ് കാണുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്ത് നാണോ സന്തോഷമോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു വിഷമായിരുന്നു. ആരതി അകത്തേക്ക് കയറിയതിനു ശേഷം വാതിൽ ലോക്ക് ചെയ്തിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതേസമയം ചന്ദ്രിക താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു പുറത്തുനിന്ന് കയറി വരികയാണ്. സിദ്ധുവിനെ കണ്ടപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഇതെന്താ സാർ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ? അത് പിന്നെ ഉറക്കം വരുന്നില്ല ചന്ദ്രിക. സിദ്ധു നല്ല ഹാപ്പിയിലായിരുന്നു. അതെന്ത് പറ്റി? എന്താണെന്നറിയില്ല, മനസ്സ് നല്ല സന്തോഷത്തിൽ, എന്തോ ഒരു തൃപ്തി ആയതുപോലെ തോന്നുന്നു. ആരതിയുടെ കല്യാണം നടന്നത് കൊണ്ടാണ് സാർ ഇങ്ങനെ പറയുന്നത്? അതുകൊണ്ട്, പക്ഷേ അതിനേക്കാൾ എനിക്ക് ഒരുപാട് സന്തോഷം തന്ന വേറൊരു കാര്യമുണ്ട്. ചന്ദ്രികയ്ക്ക് പെട്ടെന്ന് കത്തിയില്ല. അവൾ ചോദിക്കുന്നുണ്ട്, അതെന്താ അതിനു മാത്രമുള്ള കാരണം? ആരതിയുടെ കല്യാണം നിന്നുപോയതിന് കാരണം നീയാണെന്ന് പറഞ്ഞ് നിന്റെ മേൽ അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. എന്നാ ഇന്ന് ആ പറഞ്ഞ നീ തന്നെയാണ് ആരതിയുടെ കല്യാണം നടത്തിക്കൊടുത്തതും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിന്റെ മേലുള്ള ദേഷ്യം അമ്മയ്ക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും. അത് ശരിയാണെന്ന് ചന്ദ്രയ്ക്കും തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരുപക്ഷെ അമ്മ അങ്കിളിനോട് സംസാരിച്ച് നിന്നെ പെണ്ണ് ചോദിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നത്. സിദ്ധു വളരെയധികം സന്തോഷത്തോടെയാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്കും ആകെ നാണാവുകയാണ്. അവൾ പറയുന്നുണ്ട്, ഒന്ന് പോ സർ, നിങ്ങൾക്ക് എപ്പോഴും ഇതേ ചിന്ത മാത്രമേ ഉള്ളൂ. ആഹാ, കൊള്ളാലോ, പോയി വേറെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. ചന്ദ്രികയുടെ നാണം കണ്ടപ്പോൾ സിദ്ധു കളിയാക്കുന്നുണ്ട്. അയ്യോ, നാണായല്ലോ, നോക്കടാ നോക്ക്. അപ്പോൾ ചന്ദ്രിക വേഗം അവൻ്റെ മുന്നിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. കുറച്ച് ദൂരം മുന്നോട്ട് പോയെങ്കിലും ചന്ദ്രിക അവിടെ തന്നെ നിൽക്കുകയാണ് നാണത്തോടെ. പിന്നീട് സിദ്ധു ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ. അപ്പോൾ സിദ്ധുവും അതുപോലെ തന്നെ പ്രണയത്തോടെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പെട്ടെന്ന് ചന്ദ്രിക അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ സിദ്ധു പിന്നീന്ന് വിളിച്ചു പറയാണ്, ശ്രദ്ധിച്ച്. അവളുടെ നാണായിട്ടുള്ള ഒരു ഓട്ടം സിദ്ധു ഓർത്ത് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അതേസമയം ആരതിയുടെയും ആകാശിൻ്റെയും മുറിയിലാണെങ്കിൽ ആരതി ആ പാല് കൊണ്ടുവച്ചപ്പോഴേക്കും ആകാശിൻ്റെ മുഖം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആകാശിനാകെ ഒരു താല്പര്യമില്ലാത്ത മട്ട്, എന്തോ ഒരു വയ്യാത്തത് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അവൻ്റെ അടുത്ത് ബെഡിൽ ഇരുന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ആകാശ് എന്താ ആലോചിക്കുന്നത്? എനിക്കെന്തോ എൻ്റെ മനസ്സ് തീരെ ശരിയില്ല. ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് ഞാൻ വല്ലാതെ വിഷമത്തോടെയാണുള്ളത്. നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടെയാണുള്ളതെന്നാണ് ഈ വീട്ടിൽ എല്ലാവരും വിചാരിക്കുന്നത്. ആരതി മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, മനസ്സിൽ ഇത്രയധികം വേദന വെച്ചിട്ട് എന്തോ എനിക്ക് കള്ളം അഭിനയിക്കാൻ അറിയില്ല. എനിക്ക് മാപ്പ് തരണം ആരതി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ചേച്ചേ എന്തിനാ മാപ്പൊക്കെ ചോദിക്കുന്നത്? എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ആകാശ്? നീ പറയുന്ന എല്ലാ വിഷമങ്ങളും വേദനകളും എനിക്കും നന്നായിട്ടുണ്ട്. ചന്ദ്രിക പറഞ്ഞതുപോലെ ഒരു ദിവസം നമ്മുടെ ഈ വേദനകളും വിഷമങ്ങളെല്ലാം സന്തോഷമായിട്ട് മാറുമല്ലേ? അതിന് ആകാശം മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ കാലാകാലം ഇതുപോലെ ആവാൻ പോകുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നൊരു ദിവസം വരും. അതുകൊണ്ട് നീ നിൻ്റെ അമ്മയെ അച്ഛനെയും ചിന്തിച്ചിട്ട് മനസ്സ് വെറുതെ ടെൻഷൻ അടിക്കരുത്, ഓക്കെ? ആകാശിൻ്റെ മനസ്സാകെ ഒരു കുഴപ്പത്തിലായത് കാരണം തന്നെ അവൻ അവളോട് പറയുന്നുണ്ട്, സോറി ആരതി, ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചതിന്. പക്ഷെ ആരതി വിഷമമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവനോട് തിരിച്ച് പെരുമാറുന്നത്. സാരമില്ല, നീ ഇതിൻ്റെ മുകളിൽ കിടന്നുറങ്ങിക്കോ. അതായത് ബെഡിന് മുകളിൽ ആകാശിനോട് കിടന്നുറങ്ങാനാണ് പറയുന്നത്. അവൾക്ക് വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആകാശ് സംസാരിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട്, ചേച്ചേ നീ എന്തേ ഈ പറയുന്നത്? ഇതിൽ എനിക്കെന്തിനാ വിഷമം? നിൻ്റെ അമ്മയും അച്ഛനും എന്ന് അവരുടെ മനസ്സറിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും അനുഗ്രഹം തന്ന് നമ്മുടെ രണ്ടുപേരെയും ജീവിതത്തിൽ അവരുണ്ടാവുന്നുവോ, അന്ന് നമുക്ക് രണ്ടുപേർക്കും ജീവിതം ആരംഭിക്കാം. ആരതിയുടെ സംസാരം കേട്ടപ്പോൾ ആകാശിന് തന്നെ വലിയൊരു അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരതി ചിരിച്ച് കൂളായിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതുവരെ ആരതിയും ആകാശും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അവന് കൈ കൊടുക്കുവാണ്. അത് കണ്ടപ്പോഴാണ് ശരിക്കും ആകാശ് സമാധാനവും സന്തോഷവും ആയത്. അവനും ചിരിച്ചുകൊണ്ട് അവൾക്ക് കൈ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നീ ടയേർഡായിരിക്കും, അതുകൊണ്ട് കിടന്നോ. ആരതി അതും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാണ്. ആ സമയത്ത് ആകാശ് ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആരതിയും വന്നിട്ട് ആ ബെഡിൻ്റെ വേറൊരു സൈഡിലായിട്ട് കിടക്കുവാണ്. പക്ഷെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കാതെ പരസ്പരം തിരിഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. രണ്ടുപേരുടെയും മനസ്സ് നിറയെ വളരെയധികം വിഷമത്തിലാണുള്ളത്.
ആകാശാണെങ്കിൽ അവൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയാണ്. ആരതിയാണെങ്കിൽ അവളുടെ ജീവിതം ആ ഒരു രാത്രി ഫസ്റ്റ് നൈറ്റൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിലാണുള്ളത്. നേരം പുലർന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഇരുന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ് ആ ചെറിയ വീട്ടിലിരുന്നിട്ട്. അപ്പോൾ അവരിങ്ങനെ പിറുപിറുത്തോരോന്ന് പറയുന്നുണ്ട്. അയ്യോ, ചൂടുകാലം ആരംഭിച്ചു. ആ സമയത്ത് തന്നെ കരണ്ടും പോയിരിക്കുക. എപ്പോഴാ കരണ്ട് വരുവാന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരാകെ വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിയർപ്പ് ഒപ്പിക്കൊണ്ട് അവരിങ്ങനെ പറയുന്നുണ്ട്, അയ്യോ വിയർത്തൊട്ടുവാണ്. എന്നിട്ട് അവർ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മഹേന്ദ്രൻ്റെ വീട്ടിലായിരുന്നപ്പോൾ കരണ്ട് വരുന്നതും പോകുന്നതും ഒന്നും അറിയില്ലായിരുന്നു. ഇൻവേർട്ടറിലായിരുന്നത് കാരണം കരണ്ടിൻ്റെ കാര്യമേ ചിന്തിക്കേണ്ടിയിരുന്നില്ല. സുഖമായ ജീവിതമായിരുന്നു. AC ഉണ്ടായിരുന്നു, കിടക്കാൻ വേണ്ടി പട്ടുമെത്തയുണ്ടായിരുന്നു. എന്നാൽ ഇവിടെയോ കട്ടത്തറയിൽ ഒരു തലയണ പോലും ഇല്ലാതെ വെറും നിലത്തല്ലേ കിടക്കുന്നത്. എൻ്റെ മേഘയെ വിശ്വസിച്ചതിന് ഞാനിപ്പോൾ വന്ന് ഈ ഒരു ഗതികേടിലായി, ദൈവമേ ഗതികേടിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മനോഹരൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ചേച്ചി, ഏതോ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നത് പോലെ തോന്നുവാണല്ലോ എന്ന് പറയുന്നത് കേട്ടതും അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവർ മേഘയോടുള്ള ദേഷ്യം പോലും മനോഹരനെ തല്ലിയിട്ടാണ് തീർക്കുന്നത്. അയ്യോ ചേച്ചി ചേച്ചി തല്ലല്ലേ, പിന്നെ ഡാൻസ് കളിക്കുന്ന പോലും. ഞാൻ തന്നെ ഓരോന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പോയതാ കരണ്ട്, ഇനിയും വന്നിട്ടില്ല. വിയർത്ത് കുളിക്കുകയാണ് ഞാൻ. അപ്പം അതൊക്കെ പുച്ഛത്തോടെയാണ് മനോഹരൻ കേട്ട് നിൽക്കുന്നത്. കരണ്ട് എപ്പോഴാടാ വരിക? ഹേയ് ചേച്ചി, കരണ്ടോ? ആ, ഇനി കരണ്ട് വരുന്ന ചേച്ചി പ്രതീക്ഷിക്കേ വേണ്ട. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മനോഹരനെ. എടാ എന്താ നീ പറയുന്നത്? അപ്പോൾ മനോഹരൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു തെളിച്ചം പോയിട്ടുണ്ടായിരുന്നു. അല്ല പിന്നെ ചേച്ചി, കരണ്ട് ബില്ല് കെട്ടിയാൽ മാത്രമല്ലേ കരണ്ട് വരുള്ളൂ. കരണ്ട് ബില്ല് കെട്ടാത്തത് കാരണം ഫീസ് അടിച്ചിട്ട് പോയതാ അവർ. മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയാണ്, ഫ്യൂസ് ഊരിയിട്ട് പോയെന്നോ? ആ അതെ. അപ്പോൾ ഇനി കരണ്ട് വരില്ലേ? ചേച്ചി, ഇന്ന് മാത്രമല്ല, ഇനി കരണ്ട് വരികയേ ചെയ്യില്ല. എന്താടാ ചെയ്യുക? നമ്മൾ എപ്പോഴാണോ കരണ്ട് ബില്ല് കെട്ടുക ആ സമയത്ത് കരണ്ട് തിരിച്ചു വരും. എങ്കിൽ പോയി കരണ്ട് ബില്ല് അടച്ചിട്ട് വാടാ. അയ്യോ ചേച്ചി, ബാങ്ക് ലീവാണ്, അതുകൊണ്ടാണ് ഞാൻ കരണ്ട് ബില്ല് അടക്കാൻ പോവാത്തത്. അല്ല പിന്നെ ചേച്ചി, കാശ് എടുത്തതാ, ഞാൻ പോയി ഇപ്പം തന്നെ കരണ്ട് ബില്ല് അടച്ചിട്ട് വരാം. അപ്പോൾ മുത്തശ്ശി കരയാണ്. എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അല്ല ചേച്ചി, ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ? മാനം, അഭിമാനം, നാണം ഇതൊക്കെ മറന്നിട്ട് മഹേന്ദ്രൻ്റെ കാൽക്കൽ വീണ് ചെന്നിട്ട് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഞങ്ങളെയും കൂടി നിങ്ങളുടെ വീട്ടിൽ ചേർക്കുമോ എന്ന് ചോദിച്ചു നോക്കിയാലോ? മനോഹരൻ പറയുന്നത് കേട്ടപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഐഡിയ ആണെന്ന് മുത്തശ്ശിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ മനോഹരൻ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി തീർച്ചയായിട്ടും അവർ നമുക്ക് മാപ്പ് തരും. എന്താ ചേച്ചി ആലോചിക്കുന്നത്? അപ്പോൾ പോയി മാപ്പ് ചോദിക്കണം എന്നാണോ നീ പറയുന്നത്? മുത്തശ്ശി വിക്കി ചോദിക്കുകയാണ്. അതെ ചേച്ചി, അല്ലാതെ പിന്നെ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? മേഘ ചെയ്ത തെറ്റിന് നമ്മൾ എന്തിനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? മുത്തശ്ശി ആകെ കൺഫ്യൂഷനിലായിട്ടുണ്ടായിരുന്നു. മനോഹരൻ പറയുന്നത് ശരിയാണ്. മഹേന്ദ്രൻ്റെ കാൽക്കൽ പോയി മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും മാപ്പ് തരും. മാത്രമല്ല ആ വലിയ വീട്ടിൽ താമസിക്കുകയും എല്ലാ സുഖസൗകര്യങ്ങളോട് കൂടി താമസിക്കുകയും ചെയ്യാം. അപ്പോൾ മനോഹരൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇങ്ങനെ ആലോചിച്ച് സമയം കളയുന്നത്? അത്രയും സുഖസൗകര്യങ്ങൾ കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് നരയിക്കേണ്ട ആവശ്യം നമുക്ക് എന്താ? അപ്പോൾ അവരിങ്ങനെ കൺഫ്യൂഷനിൽ ഇരുന്നിരുന്ന് ചിന്തിക്കുകയാണ്. വാ ചേച്ചി, ഇപ്പം തന്നെ പോയി മഹേന്ദ്രൻ്റെ കാൽക്കൽ വീഴാം. അപ്പോഴും അവർ എഴുന്നേക്കാൻ മടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ടാണ് മേഘ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ, എന്തു പറ്റി? ആരുടെ കാലിൽ വീഴുന്ന കാര്യമാണ് രണ്ടുപേരും പറയുന്നത്? മേഘ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോഴേക്കും മനോഹരനും മുത്തശ്ശിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ആ കാര്യം ഇവളുടെ കാതിൽ കേട്ടിട്ടുണ്ടാവുമോ? മുത്തശ്ശിയുടെ കയ്യിൽ അപ്പോഴും വിഷറി ഉണ്ടായിരുന്നു. അവർ ചൂടെടുത്ത് വീശിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും മുഖം കണ്ടപ്പോൾ മേഘയ്ക്ക് എന്തോ ഒരു കള്ളക്കേട് തോന്നുന്നുണ്ടായിരുന്നു. മേഘ രണ്ടുപേരോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? രണ്ടുപേരുടെയും മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. പറ, ആരുടെ കാൽക്കൽ വീഴുന്ന കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്? മേഘയ്ക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും മുഖം നോക്കിയപ്പോൾ. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുവാണ്. ഓ അതോ, അത് ദൈവത്തിൻ്റെ കാൽക്കൽ പോയി വീണിട്ട് ചെയ്ത പാവങ്ങൾക്കൊക്കെ മാപ്പ് ചോദിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അല്ലേടാ? അപ്പോൾ മേഘയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ദൈവത്തിനെ വിശ്വസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മുത്തശ്ശി. ദൈവത്തിനോടുള്ള മേഘയുടെ പുച്ഛം കണ്ടപ്പോൾ മുത്തശ്ശിക്കാകെ ഭയം തോന്നുവാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ദൈവമൊക്കെ ആ ചന്ദ്രികയ്ക്ക് മാത്രമേ ഫേവർ ചെയ്യുന്നുള്ളൂ. നമുക്ക് ആ ദൈവം ഒരു സഹായവും ചെയ്തു തരില്ല.
ഓർക്കുമ്പം തന്നെ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുവാണ് മുത്തശ്ശി. അപ്പോൾ മനോഹരൻ മേഘ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്, മേഘയുടെ ആ ഒരു അഹങ്കാരവും സംസാരമൊക്കെ കേട്ടിട്ട്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ആരതിയുടെ കല്യാണം നടക്കരുത് എന്നാണ് കരുതിയത്, എന്നാൽ ആ ചന്ദ്രിക മുന്നിട്ട് നിന്ന് ആ കല്യാണം നടത്തി. ആരതിയുടെ കല്യാണം മുടങ്ങിയത് കൊണ്ടായിരുന്നു ജാനകി അമ്മായി ചന്ദ്രികയുടെ മേൽ ദേഷ്യത്തോടെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നെ മനോഹരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. മുത്തശ്ശിക്കും മേഘ പറയുന്നതിലുള്ള കാര്യങ്ങളൊന്നും അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് ജാനകി അമ്മായിക്കും ചന്ദ്രികയുടെ മേലുള്ള ദേഷ്യം കുറച്ചായിട്ട് കുറഞ്ഞു വരും. ആ, അത് ശരിയാണ്, മനോഹരനും സമ്മതിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനും ജാനകി അമ്മായി തന്നെ കല്യാണം നടത്തി കൊടുക്കും. മേഘയ്ക്ക് വല്ലാത്ത പരിഭ്രമവും പേടിയുണ്ടായിരുന്നു. മേഘ പറയുന്നതൊക്കെ മുത്തശ്ശി കേട്ടിരിക്കുകയാണ്. അപ്പോൾ മേഘ വീണ്ടും പറയുന്നുണ്ട്, അത് നടക്കാൻ പാടില്ല. അയ്യോ, ഇവളുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ മേഘ പറയാണ്, ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. അപ്പോൾ മനോഹരൻ മേഘയോട് പറയുന്നുണ്ട്, മേഘ, അമ്മാവൻ പറയുന്നത് മോള് തെറ്റിദ്ധരിക്കരുത്. നീ ചന്ദ്രികയെ നശിപ്പിക്കണമെന്ന് കരുതി, അതുപോലെ തന്നെ മഹേന്ദ്രനെ നടുത്തെരുവിൽ കൊണ്ടുവരണമെന്നും കരുതി. മുത്തശ്ശിയും തലയാട്ടിക്കൊണ്ട് ഇതൊക്കെ സമ്മതിക്കുകയാണ്. അപ്പോൾ മനോഹരൻ വീണ്ടും പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അതൊക്കെ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ മുത്തശ്ശിയും തലയാട്ടുന്നുണ്ടായിരുന്നു. മനോഹരൻ എണ്ണി പറയുവാണ്, പാപം, ആ ആരതിയെ പോലും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തണമെന്ന് നീ ശ്രമിച്ചു. മേഘ ഒന്നും പറയാതെ കേട്ട് നിന്നപ്പോൾ അയാൾ വീണ്ടും പറയുന്നുണ്ട്, ഇങ്ങനെ നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ തെറ്റായത് കാരണം അതൊക്കെ ദൈവം തന്നെ തിരുത്തിക്കളഞ്ഞു, അതൊന്നും നടന്നില്ല. അവൾ ദേഷ്യത്തോടെ മുത്തശ്ശിയെ നോക്കിയപ്പോൾ അവർ തലതാഴ്ത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും നീ നല്ല കാര്യങ്ങൾ ആലോചിച്ച് അത് മാത്രം ചെയ്യേ, മനോഹരൻ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോഴെങ്കിലും നിനക്ക് നല്ലത് ജീവിതത്തിൽ നടക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. മേഘയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലതൊന്നും നടക്കണ്ട, പക്ഷേ ആ ചന്ദ്രികയ്ക്ക് എന്തെങ്കിലും വലുതായിട്ട് വിഷമം സംഭവിക്കണം, അത് മാത്രമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രികയ്ക്കുള്ളൊരു മുട്ടം പണി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൾക്കെതിരെ കൂടോത്രം പോലെ ഒരു സ്വാമി ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. മേഘ പറഞ്ഞത് കേട്ടിട്ട് മുത്തശ്ശിയും മനോഹരനും ഒരുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.